ഈശോയിൽ സ്നേഹമുള്ളവരെ, അത്ര എളുപ്പമുള്ള കാര്യങ്ങളല്ല ഈശോ നമ്മോട് പറയുന്നത്. വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഈ കൂട്ടത്തിൽ കുറേ കുഞ്ഞുങ്ങളുണ്ട്. ഞാൻ ഇന്ന് പറയുന്നത് ഇവർക്ക് വല്ലതും മനസ്സിലാകുമോ എന്ന് എനിക്കറിയില്ല. ഈശോ സംസാരിച്ചത് വലിയ ആളുകളോടാണ്, ഫരിസേയരും നിയമജ്ഞരും അല്ല പഠിപ്പുള്ളവരോടാണ് ഈശോ സംസാരിച്ചത്. അവർക്ക് പോലും വലുതായിട്ടൊന്നും മനസ്സിലായില്ല. ഇപ്പോൾ ഇന്നത്തെ സുവിശേഷത്തിൽ അതിൻ്റെ മുൻപും പിൻപോക്കെ ഒന്ന് വായിച്ചു നോക്കിയപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിലെ ഭാഗങ്ങളാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ വായിച്ചു കേൾക്കുന്നത്. അത് യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 27-ാമത്തെ വാക്യമൊക്കെ എത്തുമ്പോഴും പിതാവിനെക്കുറിച്ചാണ് അവൻ തങ്ങളോട് സംസാരിച്ചതെന്ന് അവർ മനസ്സിലാക്കിയില്ല. പിതാവിനെക്കുറിച്ചാണ് യേശു സംസാരിച്ചതെന്ന് അവർ മനസ്സിലാക്കിയില്ല. ഇതൊരു കോണ്ടെക്സ്റ്റാണ്. കുറച്ച് അവർക്കൊന്നും മനസ്സിലായില്ല. പിന്നെ ഈശോ അതുകൊണ്ട് യേശു പറഞ്ഞു, നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തിക്കഴിയുമ്പോൾ ഞാൻ തന്നെയെന്നും ഞാൻ സ്വമേധയാ ഒന്നും പ്രവർത്തിക്കുന്നില്ല, പ്രത്യുത എൻ്റെ പിതാവെന്നെ പഠിപ്പിച്ചതുപോലെ ഇക്കാര്യങ്ങൾ ഞാൻ സംസാരിക്കും, നിങ്ങൾ മനസ്സിലാക്കും. എന്നെ അയച്ചവൻ എന്നോട് കൂടെ ഉണ്ട്. അവിടുന്ന് എന്നെ തനിയെ വിട്ടിരിക്കുകയല്ല, കാരണം ഞാൻ എപ്പോഴും അവിടുത്തേക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുന്നു. അത് അവർക്കൊന്നും മനസ്സിലായില്ല. അപ്പം ഇത് പറഞ്ഞപ്പോൾ വളരെ പേർ അവനെ വിശ്വസിച്ചു. അതായത് കുറേ പേർക്ക് ഒന്നും മനസ്സിലായില്ല, കുറച്ച് പേർക്ക് എന്തോ ഒന്ന് മനസ്സിലായി. അപ്പം അവരോട് ഈശോ പറഞ്ഞു തുടങ്ങിയ കാര്യങ്ങളാണ്. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 31-ാം വാക്യം ഇന്നലെ കേട്ടത് തന്നിൽ വിശ്വസിച്ച യഹൂദരോട് അവൻ പറയാൻ തുടങ്ങി. അപ്പം അതിൻ്റെ കണ്ടിന്യൂവേഷനാണ്. ഇനി അവരോട് പറഞ്ഞ കൂട്ടത്തിൽ വല്ല വെകിടന്മാരും വന്ന് കയറി നിന്നോ എന്നറിയില്ല. ഇന്നത്തെ സുവിശേഷത്തിൽ അത് ഈശോ പറഞ്ഞു തുടങ്ങുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 51-ാം വാക്യം, ആരെങ്കിലും എൻ്റെ വചനം പാലിച്ചാൽ അവൻ ഒരിക്കലും മരിക്കയില്ല. ഇത് അവർക്ക് മനസ്സിലായില്ല. ഇന്നലെ പറഞ്ഞത് എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യന്മാരാണ്. നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യന്മാരാണ്. അപ്പോൾ ഇന്നലെ അത് പറഞ്ഞു തുടങ്ങി. ഇന്ന് പറഞ്ഞു തുടങ്ങുന്നത് ആരെങ്കിലും എൻ്റെ വചനം പാലിച്ചാൽ അവർ ഒരിക്കലും മരിക്കുകയില്ല. ഇതവർക്ക് മനസ്സിലായില്ല. നമുക്ക് സ്വാഭാവികമാണ്, വിശ്വാസമുള്ളവരിൽ പോലും ചില കൺഫ്യൂഷൻസ് ഉണ്ടാകും. നമ്മൾ എത്ര നാളായി ഇല്ല കർത്താവിൻ്റെ കൂടെ നടക്കുന്നത്, കാറ്റീസമൊക്കെ പഠിപ്പിച്ച് പ്രസംഗങ്ങളൊക്കെ കേട്ട് കുടുംബ കൂട്ടായ്മകളിലെ വചന വിചിന്തനങ്ങളിലൊക്കെ പങ്കുചേർന്ന്, ഇപ്പോഴാണെങ്കിൽ യൂട്യൂബിലൊക്കെ അച്ഛന്മാരുടെ പ്രസംഗങ്ങളൊക്കെ കേട്ട്, ധ്യാന ഗുരുക്കന്മാരുടെ വചനങ്ങളൊക്കെ കേട്ട്, എന്നിട്ടും നമുക്ക് എത്രയോ കൺഫ്യൂഷൻസ് ഉണ്ട് വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ. അത് തികച്ചും സ്വാഭാവികമാണ്. നമുക്ക് സംശയമുണ്ടാകുക എന്നത് സ്വാഭാവികമാണ്. വിശ്വാസത്തിൽ ചില കാര്യങ്ങളിൽ തർക്കമുണ്ടാകുക സ്വാഭാവികമാണ്. അപ്പോൾ ഒരു കാര്യം ചോദിക്കട്ടെ. നമുക്കിപ്പോൾ ഒരാൾ ഒരു കാര്യം പറഞ്ഞു, ഈശോ ഒരു കാര്യം പറഞ്ഞു, അത് നമുക്ക് മനസ്സിലായില്ല, അത് ഈശോയുടെ കുറ്റമാണോ? അത് ഈശോയുടെ കുറ്റമാണോ? ഇപ്പോൾ ക്ലാസ്സിൽ ടീച്ചർ പഠിപ്പിച്ചു, കുട്ടികൾക്കൊന്നും മനസ്സിലായില്ല. അവർ മനസ്സിലാക്കാതിരുന്നതിന് പല കാരണങ്ങളുണ്ടാകാം. ഒന്ന് അശ്രദ്ധമായിരുന്നതാകാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഇടപാടുകൾ പഠന ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് അവർ നടത്തിക്കാണാം. അല്ലെങ്കിൽ തലയും വാലും ഇല്ലാതെ ചില കാര്യങ്ങൾ ചില ക്ലാസ്സിലൊന്നും പങ്കെടുത്ത് കാണുകയില്ല. വല്ലപ്പോഴൊക്കെ ക്ലാസ്സിൽ പോയാൽ തലയും വാലും ഇല്ലാതെ എങ്ങനെ ചില കാര്യങ്ങൾ മനസ്സിലാക്കാനാണ്? അപ്പോൾ എന്നിട്ട് ടീച്ചറിനെ കുറ്റം പറയും. ആ ടീച്ചർ ഒന്നും പഠിപ്പിക്കുന്നില്ല, ഒന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല, എന്തൊരു ടീച്ചറാണ്. പഠിപ്പിച്ചത് മനസ്സിലായില്ലെങ്കിൽ പഠിപ്പിച്ചയാളെ കുറ്റം പറയുന്ന രീതി, അത് നമ്മൾ രക്ഷപ്പെടാൻ ചെയ്യുന്ന പണിയാണ്. അതുപോലെ ഈശോ പഠിപ്പിച്ച കാര്യങ്ങൾ അവർക്ക് മനസ്സിലായില്ല. അപ്പോൾ അവർ ചെയ്യുന്ന കാര്യങ്ങൾ, ഒന്ന്, അവർ പറയാണ് നിനക്ക് പിശാചുണ്ട്. ഒരു പറച്ചിലിൻ്റെ എക്സ്ട്രീം പോകുന്നുണ്ട്, നിനക്ക് ഭ്രാന്താണ്, നിനക്ക് പിശാചുണ്ട് എന്ന് പറയുകയാണ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, അപ്പോൾ ഈശോ പറയുകയാണ് അബ്രഹാത്തിന് മുമ്പ് ഞാനുണ്ട് എന്ന് പറയുമ്പോൾ, അബ്രഹാം നിനക്ക് 50 വയസ്സ് പോലും ആയില്ല, പിന്നെ നീ എന്തായി പറയുന്നത്? അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. നമുക്ക് കുറച്ചറിയാം ഇല്ലേ, പരിശുദ്ധ കുർബാന നിത്യജീവൻ്റെ അപ്പമാണ്.
പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് വഴി നമുക്ക് സ്വർഗത്തിൽ നിത്യജീവൻ ലഭിക്കും. ഇതൊരു പഠനമാണ്. പക്ഷേ ഇത് മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ പലർക്കും. നമ്മൾ ഈ ലോകത്തിൽ തീർന്നു പോകുന്ന ജീവിതമല്ല നമ്മുടേത്. നമുക്ക് സ്വർഗത്തിൽ പിതാവിൻ്റെ സന്നിധിയിലേക്ക് എത്തിച്ചേരേണ്ട ജീവിതമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള സ്വർഗീയ ജെറൂസലേം ലക്ഷ്യമാക്കിയുള്ള യാത്രയിൽ നമുക്കുള്ള ഭക്ഷണമാണ് പരിശുദ്ധ കുർബാന എന്നത് നമുക്കറിയാം. നമുക്ക് കുറച്ചെങ്കിലും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റാത്തവരുമുണ്ട്. അപ്പോൾ പിന്നെ അവർ ഈശോയെ എറിയാൻ കല്ലുകളെടുത്തു. ഇതാണ് 3 തരം റിയാക്ഷൻസാണ്. ഒന്ന് പിശാചുണ്ടെന്ന് പറയുന്നു, പിന്നെ ഇവൻ എന്ത് മണ്ടത്തരാ പറയുന്നു, ഇവൻ 50 വയസ്സ് പോലും ആയിട്ടില്ല അങ്ങനെ പറയുന്നു, പിന്നെ പറയുന്നു അവർ കല്ലുകളെടുത്ത് ഈശോ എറിയാൻ. ഈശോ അപ്പോൾ അത് വിട്ടുപോയി. അപ്പോൾ ഇങ്ങനെയുള്ള ചില റിയാക്ഷൻസാണ്. നമുക്ക് കാര്യം മനസ്സിലായില്ലെങ്കിൽ പറഞ്ഞവനെ കുറ്റപ്പെടുത്തുന്നത് എന്തിനാണ്? നമ്മുടെ എന്തെങ്കിലും കുറവ് കൊണ്ടായിരിക്കല്ലേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റാതിരുന്നത്. ചിലപ്പോൾ ഈ കൂട്ടത്തിൽ മുതിർന്നവർ 1 മുതൽ 10ാം ക്ലാസ് വരെ കാറ്റഗിസം പഠിച്ചവരുണ്ടോ? മുടക്കം കൂടാതെ കാറ്റഗിസം പഠിച്ചവരുണ്ടോ? ഈ കൂട്ടത്തിലെ യുവാക്കൾ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ കാറ്റഗിസം മുടങ്ങാതെ പഠിച്ചവരുണ്ടോ? അപ്പോൾ നമ്മൾക്ക് എവിടെ നിന്നാണ് നമുക്ക് ഈ അറിവൊക്കെ ലഭിക്കുക? വചനമോ വായിക്കുന്നില്ല. ബൈബിള് തുറന്ന് ദിവസേന വചനം വായിക്കുന്നവരാരെങ്കിലുമൊക്കെ ഉണ്ടോ ഈ കൂട്ടത്തിൽ? ഒന്ന് കരമുയർത്താവോ? വിശുദ്ധ ഗ്രന്ഥം തുറന്ന് ദിവസേന ബൈബിള് വായിക്കുന്നവർ കുറേ പേരുണ്ട്. നമ്മളത് ശ്രമമാണ് നമ്മുടെ. അപ്പോൾ ബൈബിള് വായിക്കാത്തവർ എവിടെ നിന്നറിയും? ഇനി ഒരു പള്ളിയിൽ അച്ഛൻ പ്രസംഗിക്കുമ്പോൾ പ്രസംഗം കഴിയുന്നത് വരെ എവിടെയെങ്കിലുമൊക്കെ നിന്നിട്ട് പ്രസംഗം കഴിഞ്ഞിട്ടാണ് പള്ളിയിലേക്ക് പ്രവേശിക്കുന്നതെങ്കിൽ നൽകപ്പെടുന്ന പ്രബോധനങ്ങൾ നമുക്ക് കിട്ടുമോ? ഇനി കുടുംബ കൂട്ടായ്മകളിൽ പോകുന്നത് ഒരു വീട്ടിൽ ഒരു അംഗം മാത്രമൊക്കെയല്ലേ പലപ്പോഴും പോകുന്നത്. അപ്പോൾ കുടുംബ കൂട്ടായ്മയിൽ ചില കാര്യങ്ങൾ പഠിപ്പിക്കലുകൾ നടത്തുമ്പോൾ, വചനവിചിന്തനങ്ങൾ നടത്തുമ്പോൾ നമുക്കെവിടെയാണ് മനസ്സിലാക്കാൻ പറ്റുക? അപ്പം നമ്മൾ എന്താണ് നമ്മുടെ ഭാഗത്തു നിന്നുള്ള ശ്രമം? എന്തെങ്കിലും ഒരു ശ്രമം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഈശോയെ അറിയാൻ, ഈശോയെ മനസ്സിലാക്കാൻ? അപ്പം നമ്മളെപ്പോഴും ഈ ഒരു ശ്രമം നമ്മുടെ ഭാഗത്തില്ല എങ്കിൽ, പിന്നെ പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ പറഞ്ഞവനെ കുറ്റം പറയുന്ന രീതി, അത് നമ്മുടെ തെറ്റ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ മുൻപും പിൻപും, ഇന്ന് പറഞ്ഞ വചനഭാഗത്തിൻ്റെ മുൻപും പിൻപും ഒക്കെ ചിന്തിക്കുമ്പോൾ ഇത് കഴിഞ്ഞിട്ടുള്ളത് 9ാമത്തെ അധ്യായമാണ്. 9ാമത്തെ അധ്യായം യോഹന്നാൻ്റെ സുവിശേഷം 9ാം അധ്യായം. അത് നമ്മൾ ഈ ദിവസങ്ങളിൽ വിചിന്തനം ചെയ്യുന്നില്ല യഥാർത്ഥത്തിൽ. കാരണം നാളത്തെ സുവിശേഷം, യോഹന്നാൻ്റെ സുവിശേഷം 10ാം അധ്യായത്തിൽ നിന്നുള്ള വചനഭാഗമാണ്. അപ്പം ഞാൻ 9ാം അധ്യായത്തിലൂടെ കടന്നുപോയപ്പോൾ ജന്മന അന്ധനായിരുന്ന ഒരുവനെ സുഖപ്പെടുത്തുന്ന ഭാഗമാണ്. അപ്പോൾ ശിഷ്യന്മാർ ചോദിക്കും, ഇവൻ എങ്ങനെയാണ് അന്ധനായിരിക്കുന്നത്? ഇവൻ്റെ പാപനിമിത്തമാണോ? അപ്പോൾ ഈശോ അവരെ പഠിപ്പിക്കാൻ വേണ്ടി ആ അന്ധനെ സുഖപ്പെടുത്തും. അതായത് ഒരു അനുഭവത്തിലൂടെ പഠിപ്പിക്കുകയാണ്. നമുക്ക് ഒരു അനുഭവത്തിലൂടെ ഈശോയെ അറിയാൻ പറ്റും. ഒരു കത്തോലിക്കൻ അല്ലാത്ത ഒരാൾ ഇവിടെ വന്നു. ഇവിടെ ഈ മാതാവിൻ്റെ അത്ഭുതങ്ങളൊക്കെ കൃത്യമാണോ? ഒരു മുടന്തനായ ബാലൻ എഴുന്നേറ്റ് നടന്നത് അത് സത്യമാണോ? പാൽക്കുടം നിറയെ പാൽ നിറഞ്ഞു തുളുമ്പിയത് സത്യമാണോ? പോർച്ചുഗീസുകാരുടെ കപ്പൽ അപകടത്തിൽ നിന്ന് അവർ രക്ഷപ്പെട്ടത് അത് അത്ഭുതമാണോ എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞത് സത്യമാണ്. എനിക്കൊരു കാര്യം അറിയാം, ഇവിടെ നല്ല മരിയൻ അഭിഷേകമുണ്ട്. അതെനിക്കറിയാം. ഇവിടെ നല്ല മരിയൻ അഭിഷേകമുണ്ട്. മാതാവിൻ്റെ അത്ഭുത തിരുസ്വരൂപം കുടികൊള്ളുന്ന പ്രധാന ബസിലിക്ക ദേവാലയം. അതുകൊണ്ടാണ് രാവിലെ ഒരു ശുശ്രൂഷ മാത്രം ചെയ്തിട്ട് പകൽ മുഴുവൻ, അതും 9 മണി വരെ, ഇവിടുത്തെ ശുശ്രൂഷകൾ 8 മണിക്ക് അവസാനിക്കുമ്പോൾ പ്രധാന ബസിലിക്ക ദേവാലയം 9 മണി വരെ തുറന്നിടുന്നത് അത് അത്ഭുതങ്ങളുടെ ഒരു ഇടമായതുകൊണ്ടാണ്. മരിയൻ അഭിഷേകം ഉണ്ടെന്നത് സത്യമാണ്. ഇതെനിക്ക് പറയാൻ പറ്റിയത് എനിക്ക് വ്യക്തമായ ബോധ്യമുള്ളത് കൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഈശോ അനുഭവമുണ്ടായാൽ ഈശോയിൽ വിശ്വസിക്കാൻ എളുപ്പമല്ലേ? അപ്പോൾ ഇയാൾ സുഖം പ്രാപിച്ചല്ലോ, ജന്മന അന്ധൻ. അപ്പോൾ അയാളോട് ആളുകൾ ചോദിക്കാൻ തുടങ്ങും. അപ്പോൾ അയാൾ പറയും, അയാൾക്ക് ഈശോയെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല. അപ്പോൾ അയാൾ ആദ്യം പറയും,
യേശുവെന്ന പേരുള്ള മനുഷ്യൻ, യേശുവെന്ന പേരുള്ള മനുഷ്യൻ എന്നെ സുഖപ്പെടുത്തി. ഇതാണ് ഒരു ആദ്യത്തെ ഒരു അറിവാണ്, യേശുവെന്ന പേരുള്ള മനുഷ്യൻ. അപ്പോൾ അവർ ചോദിക്കുക, അവനിപ്പോൾ എവിടെ? അതെനിക്കറിഞ്ഞുകൂടാ, അവൻ എവിടെയെന്ന് എനിക്കറിഞ്ഞുകൂടാ. അവനത് കാര്യം പറയും. പിന്നീട് വീണ്ടും ചോദിക്കുമ്പോൾ അവൻ പറയും, യേശു ഒരു പ്രവാചകനാണ് എന്ന് പറയും. യേശു ഒരു പ്രവാചകനാണ് എന്ന് പറയും. ഇനിയും അവൻ്റെ മാതാപിതാക്കളെ വിളിച്ച് ചോദിക്കും. അപ്പോൾ അവർ യേശുവിനെക്കുറിച്ച് പറഞ്ഞാൽ അവരെ സിനഗോഗിൽ നിന്ന് പുറത്താക്കും എന്ന് വിചാരിച്ചിട്ട് അവർ യേശുവിനെക്കുറിച്ച് പറഞ്ഞില്ല. അവർക്കറിയാം. പക്ഷെ അവർ, എൻ്റെ മകൻ അവൻ നല്ല പ്രായപൂർത്തിയായ ആളാണല്ലോ, അവനോട് പോയി ചോദിക്കെന്ന് പറയും. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അവൻ പറയും, അവൻ പാപിയാണോ എന്നൊന്നും അറിയില്ല. അവൻ പാപിയാണ്. പാപിയായ ഒരു മനുഷ്യന് ദൈവത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ലല്ലോ. പാപിയാണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ, പക്ഷേ അവനാണ് എന്നെ സുഖപ്പെടുത്തിയത് എന്ന് ഇവൻ പറയും. അപ്പോൾ ഇങ്ങനെ കൂടുതൽ ചോദിക്കുമ്പോൾ ഇവൻ ഒരു വളരെ ക്ലവറായിട്ടുള്ളൊരു ചോദ്യം അങ്ങോട്ട് ചോദിക്കും. എന്തേ നിങ്ങൾ കൂടെ അവനെപ്പറ്റി ചോദിക്കുന്നത് എന്തിനാ? നിങ്ങൾ അവൻ്റെ ശിഷ്യരാകാൻ ആഗ്രഹിക്കുന്നോ എന്ന് ചോദിക്കും. എന്നിട്ട് അവർക്ക് അവനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരു തരം വാശി നമുക്ക് നല്ലതല്ല. കർത്താവിനെ അറിയാൻ ശ്രമിക്കാത്തതിൻ്റെ ഒരു തരം വാശി അത് ആ യഹൂദര് കാണിക്കുന്നുണ്ട്. അത് യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായം 29-ാമത്തെ വാക്യമാണ്. 2 മറുപടികളാണ്. ദൈവം മോശയോട് സംസാരിച്ചുവെന്ന് ഞങ്ങൾക്കറിയാം, എന്നാൽ ഈ മനുഷ്യൻ എവിടെ നിന്നാണ് ഞങ്ങൾക്കറിഞ്ഞുകൂടാ. ഇത് ഞങ്ങൾക്കറിയാൻ വേണ്ടെന്ന്, ഞങ്ങൾക്കറിയണ്ടെന്നേ. അറിയാൻ ശ്രമിക്കൂ. മോശയുടെ കാര്യം ഞങ്ങൾക്കറിയാം, പക്ഷെ ഇവൻ എവിടെ നിന്നാണ് ഞങ്ങൾക്കറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞ് അവർ അങ്ങനെ ഒരു മറുപടി പറയുകയാണ്. ഇനി 34-ാമത്തെ വാക്യത്തിൽ വീണ്ടും അവനോട് പറയുകയാണ്. അപ്പോൾ അവർ പറഞ്ഞു, തികച്ചും പാപത്തിൽ പിറന്ന നീ ഞങ്ങളെ പഠിപ്പിക്കുന്നു, നീ പോയി പണി നോക്ക് എന്ന് പറയുന്ന പോലെയായി. ഇത്തരം വാശികൾ നമുക്ക് ഈശോയെ പഠിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ആത്മീയ അന്ധത എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു ദൈവാനുഭവം നമുക്ക് യഥാർത്ഥത്തിൽ ആവശ്യമാണ്. അപ്പോൾ ഇവനോട് ഈശോ ചോദിക്കും, നീ മനുഷ്യപുത്രൻ വിശ്വസിക്കുന്നുവോ? അപ്പോൾ ഇവൻ പറയും, മനുഷ്യപുത്രൻ വിശ്വസിക്കാൻ അവൻ ആരാണ് എന്ന് പറയും. അവനാണ് നിന്റെ മുമ്പിൽ നിൽക്കുന്നത് എന്ന് പറയും. അപ്പോൾ അവന് യേശു എന്ന മനുഷ്യനാണല്ലോ സുഖപ്പെടുത്തിയത്, ആ യേശുവാണ് തൻ്റെ മുമ്പിൽ നിൽക്കുന്നതെന്ന് മനസ്സിലായപ്പോൾ അവൻ യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായം 38-ാം വാക്യം, കർത്താവേ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് യേശുവിനെ പ്രണമിച്ചു. ഇതാണ് യഥാർത്ഥത്തിൽ ഈ തപസ്സുകാലത്തിൻ്റെ മൂർധന്യാവസ്ഥയിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ നമുക്ക് എല്ലാം ഒന്നും അറിയാൻ പറ്റുകയില്ല. അവനൊരു കുഞ്ഞറിവേ ഉണ്ടായുള്ളൂ, യേശു എന്ന പേരുള്ള മനുഷ്യൻ. പക്ഷെ അറിവ് വളർന്ന് അവൻ്റെ മുമ്പിൽ ഈശോ നിന്നപ്പോൾ ഞാൻ കർത്താവേ അങ്ങിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. നമുക്കൊരു കുഞ്ഞനുഭവം ഉണ്ടായാൽ വിശ്വസിക്കാൻ എളുപ്പമല്ലേ? ഇവിടെ കൂടിയിരിക്കുന്നവർക്കൊക്കെ ഒത്തിരി അനുഭവമുള്ളതല്ലേ? കർത്താവ് രക്ഷിക്കുന്ന അനുഭവം, കർത്താവ് ഇടപെട്ട അനുഭവം ഒത്തിരി ഉള്ളതല്ലേ? കർത്താവ് രക്ഷിക്കുന്ന ദൈവമാണെന്ന് ഒത്തിരി അനുഭവമുള്ളതല്ലേ? അപ്പോൾ കൂടെയുള്ളവർ പറഞ്ഞിട്ടും വിശ്വസിക്കാൻ കൂട്ടാക്കാത്ത മർക്കടമുഷ്ടി നമ്മളത് മാറ്റിയേ പറ്റൂ. എന്നാലേ കർത്താവിന് ഇടപെടാൻ പറ്റൂ. നമുക്കതുകൊണ്ട് നമുക്ക് മനസ്സിലായില്ലെങ്കിൽ അത് പറഞ്ഞവൻ്റെ കുഴപ്പമല്ല, നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് നമ്മുടെ കുഴപ്പമാണ്. നമുക്കതുകൊണ്ട് കർത്താവിന് മുമ്പിൽ നിന്നു കൊടുക്കാം, അവനെ കുറച്ചുകൂടി മനസ്സിലാക്കാൻ ശ്രമിക്കാം. നമുക്ക് അഹങ്കാരമുണ്ടായാൽ ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല. അതാണ് മൂലപാപങ്ങളിൽ ഒന്നാമത്തേത്. ഇല്ല, അഹങ്കാരമല്ലേ? നിഗളം എളിമയുള്ളവർക്കേ മനസ്സിലാക്കാൻ പറ്റും. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്ന് മറിയം എളിമയോടെ പറഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് വരും എന്ന് പറഞ്ഞ് മറിയത്തിലേക്ക് ദൈവം പ്രവർത്തിച്ചത് കണ്ടോ? അതുകൊണ്ട് നമുക്ക് ഈ കർത്താവിൻ്റെ പീഡാനുഭവ അനുസ്മരണ ദിനങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുമ്പുള്ള ഈ മണിക്കൂറുകളിൽ, ഈ ദിവസങ്ങളിൽ കുറച്ചുകൂടി കർത്താവിന് മുമ്പിൽ കീഴടങ്ങിക്കൊടുക്കാം. കർത്താവിനെ അറിയാൻ നമുക്ക് പരിശ്രമിക്കാം. മൂലപാപങ്ങൾ എന്നിലുണ്ടെങ്കിൽ മോചകായ എന്നെ കാക്കണേ.
മൂലപാപങ്ങൾ എന്നിലുണ്ടെങ്കിൽ മോചക എന്നെ കാക്കണേ. വിട്ടുമാറാത്ത കെട്ടുകൾ എന്നും പൊട്ടിച്ചീടാൻ കനിയണേ. വിട്ടുമാറാത്ത കെട്ടുകൾ എന്നും പൊട്ടിച്ചീടാൻ കനിയണേ. യേശുവേ സ്നേഹരാജാവേ, മോചക ജീവദായക, ക്രൂശോളം എന്നെ സ്നേഹിപ്പാൻ തെല്ലും യോഗ്യത ഇല്ലീശ. യേശുവേ സ്നേഹരാജാവേ, മോചക ജീവദായക, ക്രൂശോളം എന്നെ സ്നേഹിപ്പാൻ തെല്ലും യോഗ്യത ഇല്ലീശ. ഈ തീർത്ഥാടനം അനുഗ്രഹമാകട്ടെ. പരിശുദ്ധമ്മയുടെ വലിയ തീർത്ഥാടന കേന്ദ്രം ഇതൊരു മരിയൻ സ്കൂളാണ്. ഈ സ്കൂളിൽ കുറച്ചുകൂടി ഈശോയെ പഠിക്കാൻ സാധിക്കട്ടെ. ഈ തപസ് കാലത്ത് ഈശോയുടെ ആ ജീവൻ തന്ന വില, ഈശോ നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചതിൻ്റെ ആ മൂല്യം കുറച്ചുകൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.